ഹായ്, എല്ലാവരും വീട്ടിലൊരു സെക്യൂരിറ്റി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ ഏത് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യണം, ഏതാണ് മികച്ച ടെക്നോളജി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടാവും. പക്ഷേ ഇനി അങ്ങനെയുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. നമുക്ക് ഏതൊക്കെയാണ് മികച്ച ടെക്നോളജി എന്നുള്ളത് പരിശോധിക്കാം. ഞാൻ ഷൈജു, ഓട്ടോമേഷൻ ആൻഡ് സെക്യൂരിറ്റി സെഗ്മെന്റിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇലക്ട്രോണിക്സ് ടെക്നോളജീസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടെക്നോളജി നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് CCTV ക്യാമറയുടെ ഒരു റെവല്യൂഷൻ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറകളായിരുന്നു. പിന്നെ കളർ ടെക്നോളജി വന്നു. അതിനുശേഷം നമുക്ക് HD ക്യാമറകൾ, അതായത് 1 മെഗാ പിക്സൽ, 2 മെഗാ പിക്സൽ അങ്ങനെയുള്ള HD ക്യാമറകൾ വന്നു. ഏകദേശം ഒരു 8 മെഗാ പിക്സൽ തന്നെ അനലോഗ് ക്യാമറകൾ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഉള്ളത്. അപ്പോൾ അത്തരം ക്യാമറകളും ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഇന്നോവേഷൻ നടക്കുന്നത് IP ക്യാമറകളിലാണ്. ഡിജിറ്റൽ ക്യാമറകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ അനലോഗ് ക്യാമറകളുടെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു 1-2 വർഷം കൂടിയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആവുള്ളൂ. പല കമ്പനികളിലും പല മോഡലും അത് ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ക്യാമറകളാണ്. അതായത് AI ക്യാമറകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ AI ക്യാമറ എന്ന് പറയുന്നത്, ഇപ്പോൾ AI ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് സുപരിചിതമായിരിക്കും. കാരണം നമ്മളുടെ ഒട്ടുമിക്ക മേഖലകളിലും AI ടെക്നോളജി കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ CCTVയിലും അതിൻ്റെ AI ടെക്നോളജിയുള്ള ക്യാമറകളൊന്നും അവൈലബിൾ ആണ്. നമ്മളുടെ കേരള ഗവൺമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ 2023 സേവ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് ട്രാഫിക് വയലേഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് AI CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ബേസിക് AI ക്യാമറ തൊട്ട് നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ക്യാമറ വരെ അവൈലബിൾ ആണ്. അത് നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ക്യാമറകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് AI ക്യാമറ എന്ന് പറയുന്നത് ഹ്യൂമൻ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷൻ, പിന്നെ നമ്മുടെ ആനിമൽസിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ക്യാമറകളാണ് ബേസിക് AI ക്യാമറകൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകളുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ കളർ വിഷൻ ക്യാമറകൾ, അതായത് നമ്മൾ പറയാൻ വിട്ടുപോയൊരു ക്യാമറയാണ് രാത്രിയിൽ നൈറ്റ് വിഷൻ. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ലൈറ്റ്, ഒരു വാം ലൈറ്റാണ് കളർ ഇമേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം ഒരു വാം ലൈറ്റ് ക്യാമറ ഓണായി കിടക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ AI ക്യാമറ വന്നതോടുകൂടി നമുക്കൊരു സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറകൾ അവൈലബിൾ ആയി തുടങ്ങി. അതായത് നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് അതിനകത്ത് ഒരു വാം ലൈറ്റ്, അതായത് നമ്മുടെ ഒരു ടോർച്ച് ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റ് അതിനകത്ത് ക്യാമറയിൽ നിന്ന് വരും. ആ ഒരു ക്യാമറയിൽ നമുക്ക് ആളിൻ്റെ കളർ ടോൺ, ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു കളർ വിഷൻ നമുക്ക് അവിടെ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡ്, അതായത് ഫുൾ ടൈം ഇത് ഓണായി കിടക്കത്തില്ല. നോർമൽ ടൈമിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. IR ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ അത് വർക്ക് ചെയ്യും. ഒരു ഹ്യൂമൻ വന്നു കഴിഞ്ഞാൽ മാത്രം ഇത് കളറിലോട്ട് മാറും. അപ്പോൾ ഇത് AI ക്യാമറയുടെ വന്നതോടുകൂടിയാണ് ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയത്. പിന്നീട് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് അനലൈസ് ചെയ്യുന്ന ക്യാമറകൾ അല്ലെങ്കിൽ ബിഹേവിയർ അനലൈസ് ചെയ്യുന്ന ക്യാമറകളൊക്കെ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി വീട്ടാവശ്യങ്ങൾക്കല്ലാണ്ട് നമ്മളുടെ ഓഫീസ് പർപ്പസ് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻസ് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി, അപ്പോൾ ഇവിടെയൊക്കെയുള്ള ക്യാമറകൾ നമുക്ക് വരുന്ന ആൾക്കാരുടെ പബ്ലിക്കിൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ക്യാമറകൾ അവൈലബിൾ ആണ്. കാരണം നമുക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ക്യാമറ തന്നെ അത് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരാവുന്ന സാധ്യതകൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു ടെക്നോളജി അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് വേറെ യൂസേജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ക്യാമറകൾ, അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ക്യാമറകളാണ് കൂടുതലും. ANPR ക്യാമറ എന്ന് പറയും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ പ്ലേറ്റ് ഡിറ്റക്ട് ചെയ്യുന്ന ക്യാമറകൾ. അപ്പോൾ അതും AI ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 100 കിലോമീറ്റർ മേളിൽ വേഗത്തിൽ പോകുന്ന വാഹനങ്ങളുടെ ആണെങ്കിൽ തന്നെ അത് ഈവൻ നൈറ്റോ അല്ലെങ്കിൽ ഡേയിലോ ഏത് സമയത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ട് ചെയ്തിട്ട് അത് നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്ന ക്യാമറകളുണ്ട്. അത് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ക്യാമറകൾ വയ്ക്കുമ്പോൾ ട്രാഫിക് വയലേഷൻ തടയാൻ പറ്റുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ, ഇപ്പോൾ ചില റോഡുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കൊണ്ടിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് അതിനുള്ളൊരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ANPR ക്യാമറ എന്ന് പറയുന്നത്. ഇതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയിൽ വർക്ക് ചെയ്യുന്ന ക്യാമറകളാണ്. ഇതുകൂടാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ക്രൗഡ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകൾ, ബിഹേവിയർ അനാലിസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകൾ, ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ മാസ്ക് വെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് ഇല്ലാതെ വരുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാറ്റി നിർത്താൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അതിൻ്റെ സൂപ്പർവൈസർക്ക് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെ വരുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഈ ക്യാമറയിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ എഫർട്ട് വളരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു
ടെക്നോളജിയാണ് ഈ AI ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് വളരെ മികച്ച രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് തരാനായിട്ട് ഈ AI ക്യാമറകൾക്ക് സാധ്യമാകുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാഫിക്കിൽ നമ്മളിപ്പോൾ AI ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ANPR ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് വയലേഷൻ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നീട് ഇതേപോലുള്ള നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ക്രൈമിൻ്റെ റേഷ്യോ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും മികച്ച ടെക്നോളജിയുള്ള CCTV ക്യാമറ ഉപയോഗിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതുപോലുള്ള ക്യാമറകൾ മാത്രമാണ് നമ്മൾ ഇലക്ട്രോണിക്സ് ടെക്നോളജീസ് ഇന്ന് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളുടെയും ഏറ്റവും മികച്ച AI ക്യാമറകൾ ഇന്ന് അവൈലബിൾ ആണ്. കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ്. അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മളത് കസ്റ്റമർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു മികച്ച ടെക്നോളജിയുള്ള ക്യാമറകൾ വെക്കാനായിട്ട് എപ്പോഴും അതാണ് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതായിരിക്കും AI ക്യാമറ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി ആയിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.